നമസ്കാരം. മായി വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നവരാത്രി ദിനത്തോടനുബന്ധിച്ച് ദേവീ മാതയുടെ എന്ത് സന്ദേശമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്, നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ കരിയറിലുമൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ്, ബ്ലെസ്സിങ്സ് ആണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അമ്മയുടെ ഒരു നിർദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നവരാത്രിയുടെ 2ാം ദിവസമാണ്. ഇന്ന് ബ്രഹ്മചാരിണി രൂപത്തിലാണ് അമ്മയെ ആരാധിക്കുന്നത്. വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് നമുക്ക് ഊർജം നൽകുന്നതും നമുക്ക് മുന്നോട്ടുള്ള വഴിയിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അപ്പോൾ നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങും. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ റീഡിങ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡ് ഇതാണ് ഇന്നത്തെ. അപ്പം ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, ഒരു ഡിപ്രഷൻ, ഒരു മാനസിക സമ്മർദ്ദമൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും, ഉടൻ തന്നെ മാറിക്കിട്ടും. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ വന്നത്. ഇതൊരു സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു കാർഡാണ്. തീർച്ചയായും നിങ്ങൾക്ക് ദൈവാധീനമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിലേക്കുള്ള ഒരു നെഗറ്റിവിറ്റി എല്ലാം മാറി നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിലോട്ട് പോകുന്നത് തന്നെയാണ് കാണിക്കുന്നത്. സ്ട്രോങ് ആവും നിങ്ങൾ. മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നിങ്ങളെ തേടി വരും. ഒരു ധനസമൃദ്ധിയും ഒരു ബ്ലോക്കേജും ഒക്കെ മാറി ഒരു വിജയം. ഇത് ഒരു സക്സസിൻ്റെ കാർഡ് തന്നെയാണ്. തീർച്ചയായും വിജയത്തിലോട്ട് വരും. ഇപ്പോഴുള്ള ഒരു വിഷമഘട്ടമൊക്കെ മാറിക്കിട്ടും. അപ്പം ഇതൊരു സ്പിരിച്വലി ഒരു ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടാവും. ഒരു മനസ്സിലൊരു എന്താണ് ലക്ഷ്യം എന്നുള്ളത് ഒരു മെൻ്റൽ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. ലക്ഷ്യബോധം ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു പ്രതീക്ഷ കൈവരും. നിങ്ങൾ മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നതോടുകൂടി ഒരു ലക്ഷ്യബോധം ഉണ്ടാവുന്നതോടുകൂടി നിങ്ങൾക്ക് പുതിയൊരു പ്രതീക്ഷ നിങ്ങളിലേക്ക് കൈവരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ നോക്കിക്കൊണ്ടിരുന്നത് ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് എത്താനായിട്ട് സാധിക്കും. ദ എംപറർ കാർഡ് പറയുന്നത് ഇതൊരു സ്ട്രോങ് ആണ്. ഇത് ഒരു ലീഡർഷിപ്പ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഒരു പവർ, നിങ്ങൾക്കൊരു മെൻ്റൽ പവറൊക്കെ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടാവും. പിന്നെ ധനവിനിയോഗം സൂക്ഷിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർ സഹായിക്കുന്നതും ഒക്കെ ധനമൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. കടം നമ്മൾ കൊടുത്ത പൈസയൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുകയൊക്കെ ചെയ്യും. ഒരു ബാലൻസ് ആയിട്ട് പോവും. നിങ്ങളെ ഒരു ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ബാലൻസ് ആയിട്ട് പോവും എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്പിരിച്വലി ഒന്നും കൂടെ കണക്റ്റഡ് ആവുക. ദൈവാധീനം നിങ്ങൾക്കുണ്ട്. എന്നാലും നിങ്ങൾക്കൊന്നുകൂടെ ദൈവാധീനം, നിങ്ങൾ ദൈവത്തിനോട് ഒന്നുകൂടെ നിങ്ങൾ അടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിനൊരു റെസ്റ്റ് കൊടുക്കുക എന്നും ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഒരാൾ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പിക്ചറാണിത്. അതിന് അങ്ങനെ ഒരു അർത്ഥവും കൂടെ ഉണ്ട്. നിങ്ങൾ മെൻ്റലി ഉള്ള ഒരു സ്ട്രെസ്സൊക്കെ കുറച്ച് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക, സ്പിരിച്വലി കണക്ഷൻ ഒന്നുകൂടെ കൂട്ടുക. നിങ്ങളെ സ്വന്തമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും മുന്നോട്ട് പോകാനായിട്ടും. മറ്റുള്ള കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ, വിഷമ കാര്യങ്ങൾ, നെഗറ്റിവിറ്റി ഒന്നും മൈൻഡ് ചെയ്യാതെ പോസിറ്റിവിറ്റിയിലോട്ട് പോകാനായിട്ട് നിങ്ങളെ ഈ ഒരു കാര്യം സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾ കുടുംബപരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമങ്ങൾ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ തീർച്ചയായും മാറിക്കിട്ടും. ഒരുപാട് നിങ്ങൾ വിഷമിച്ചിരുന്നു. സ്വന്തം കുടുംബത്തിൻ്റെ ഒരു തകർച്ചയിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യം ഒക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു, നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് തീർച്ചയായും അതിനൊക്കെ ഒരു അത്ഭുതം സംഭവിക്കും.
അപ്പം ആ ഒരു ഹാർട്ട് പെയിനൊക്കെ മാറി ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയിൽ നിന്ന് ശത്രുദോഷത്തിൽ നിന്നൊക്കെ നിങ്ങൾ കരകയറും. ഒരുപാട് മെൻ്റൽ ഡിപ്രഷൻ നിങ്ങൾ അനുഭവിച്ചിരുന്നു ഈ കഴിഞ്ഞ കാലയളവിൽ. ഒരുപാട് മാനസിക സമ്മർദ്ദം ഈ ഒരു കാര്യത്തെ, കുടുംബപരമായിട്ടുള്ള കാര്യത്തെ ചൊല്ലിയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ശത്രുദോഷം ഒക്കെ കൊണ്ട് ഒരുപാട് നിങ്ങൾ വലഞ്ഞു. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള രീതി, എൻ്റെ ജീവിതം പോയി എന്നൊക്കെ ഉള്ളൊരു മനസ്സിലായിരുന്നു നിങ്ങൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം തീർച്ചയായും ഒരു അത്ഭുതം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ദ മജീഷ്യൻ കാർഡ് പറയുന്നത്. നിങ്ങൾക്കൊരു തീർച്ചയായും പുതിയൊരു തുടക്കം ഉണ്ടാവും, ഒരു പവർ നിങ്ങളിലേക്ക് വരും, പുതിയൊരു ബിഗിനിങ് ഉണ്ടാവും. അത് എന്നൊക്കെയാണ് ഈ ഒരു കാർഡിനെ സൂചിപ്പിക്കുന്ന ഒരു മേജർ അർക്കാന കാർഡാണ് മജീഷ്യൻ കാർഡ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ മറികടന്ന് പുതിയൊരു ഹാപ്പി ഫാമിലിയിലോട്ട് നിങ്ങൾ വരും. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കും. അതുവഴി നിങ്ങൾ പുതിയൊരു തുടക്കത്തിൽ പുതിയൊരു യാത്രയിലോട്ടോ ഒക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തുള്ള സാഹചര്യമൊക്കെ മാറി മറിയും, അത്ഭുതം തന്നെ സംഭവിക്കും. ഒരുമിക്കും നിങ്ങൾ ഒരു റീയൂണിയൻ, ഒരു സെപ്പറേഷനിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു റീയൂണിയൻ ഉണ്ടാവും. സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ ഒരു ഒത്തൊരുമയോ ഒക്കെ ഉണ്ടാവും. അതുവഴി നിങ്ങൾ സന്തോഷത്തോടെ പോവും. ഒരു യാത്രയൊക്കെ പോകാനുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു യാത്രയോ ഒരു ദൂരയാത്രയൊക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ മറ്റുള്ളവരോട് നീതിബോധത്തോടു കൂടിയും നിങ്ങളിൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വഴി അത് നിങ്ങൾക്ക് സമൃദ്ധിയിലോട്ട് നിങ്ങളെ വഴി നയിക്കും എന്നാണ് കാണിക്കുന്നത്. ഏതൊരു സാഹചര്യത്തിൽ നീതിബോധത്തോടു കൂടി പെരുമാറുക, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, എല്ലാവരെയും ഈക്വലായിട്ട് കാണുക, നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, മനുഷ്യ സ്നേഹം കാണിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോയാൽ തീർച്ചയായും നമുക്കൊരു സമൃദ്ധി തന്നെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരും. പിന്നെ നിങ്ങളെ ഹാർഡ് വർക്കിനും നിങ്ങളെ ശത്രുദോഷത്തിനും ഒക്കെ ഒരു പരിഹാരം ഉണ്ടാവും. നിങ്ങൾക്ക് അതെല്ലാം ചേർത്ത് നിൽക്കാനുള്ള ഒരു ധൈര്യം അമ്മ തരും. ദേവീമാതയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഉണ്ടാവും. നിങ്ങളെ ഹാർഡ് വർക്കിനും കഷ്ടപ്പാടിനും ഒക്കെ തീർച്ചയായും ഒരു ഫലം ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. പുതിയൊരു തുടക്കം, ന്യൂ ബിഗിനിങ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിന് ഇത്രയും നാൾ നിങ്ങളുടെ മനസ്സിന് ഒരു വിൽ പവർ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഇനി നിങ്ങൾക്ക് നല്ലൊരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു മാനസിക ഒരു പവർ നിങ്ങൾക്ക് കിട്ടും. ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു മാനസിക ആരോഗ്യം നിങ്ങൾക്ക് ഇനി കൈവരും. ശത്രുക്കളെയൊക്കെ ചേർത്ത് നിൽക്കാനുള്ളൊരു ധൈര്യം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ഹാർഡ് വർക്കിനും നിങ്ങളെ കഷ്ടപ്പാടിനും ഒക്കെ ഒരു ഫലം ഉണ്ടാകുന്നൊരു സമയമാണിത്. അപ്പം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഉള്ളൊരു സമയമാണ്. നിങ്ങൾ മുന്നോട്ട് പോവുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയേക്കുന്നതും ജസ്റ്റിസ് കാർഡാണ്. തീർച്ചയായും നിങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഓവറോളായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു നവരാത്രി ദിനത്തോടനുബന്ധിച്ച് എല്ലാം പോസിറ്റീവായിട്ടാണ് വരുന്നത്. അപ്പം ഇതെല്ലാവർക്കും റെസനേറ്റ് ആവട്ടെ, എല്ലാവർക്കും നല്ലൊരു ജീവിതവും കരിയറും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.